ശ്രീനഗറിൽ ആരാണ് ബൽറാം നെടുങ്ങാടി നിൽക്കുന്നു. ബൽറാം, ശ്രീനഗറിൽ പോയ രാത്രി എന്തെങ്കിലും സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു? ഇപ്പോൾ ബൽറാമൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തൊക്കെ വലിയ ശബ്ദം ഇന്നലെ റിപ്പോർട്ടിംഗ് സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി അത് സംഭവിച്ചോ? ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചോ? എന്താണ് ശ്രീനഗറിലെ ഒരു പൊതു അന്തരീക്ഷം? ബൽറാം. ഹഷ്മി, ക്രിസ്റ്റീന, ശ്രീനഗർ ഇന്ന് രാവിലെ ശാന്തമാണ്. എന്നാൽ അത് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം പതിവ് പോലെ ജനങ്ങൾ ഈ ഒരു സമയത്ത് തെരുവിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇന്നലെ രാത്രി ശ്രീനഗറിൻ്റെ ആകാശത്തുണ്ടായ അസ്വാഭാവിക സംഭവങ്ങൾ തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നത്. അതിലൂടെ ഉണ്ടായിരിക്കുന്ന ആശങ്ക തന്നെയാണ് ഇതിന് കാരണമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹഷ്മി, ക്രിസ്റ്റീന, ഞാനിപ്പോൾ ഉള്ളത് ദാൽ തടാകത്തിന് സമീപമാണ്. സാധാരണ നിലയിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ പോലും ഇവിടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തിയിരുന്നു. അല്പമൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഷിക്കാറുകൾ ഈ തടാകത്തിൽ ഇറങ്ങിയത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് പൂർണ്ണമായും നിശ്ചലമാണ്. ആളുകൾ ഒരു ആൾ പോലും പുറമെ നിന്ന് എത്തിയിട്ടില്ല. സാധാരണ ആളുകൾ ഇവിടെ മോർണിംഗ് വാക്കിനൊക്കെ എത്താറുണ്ട്. അവരെ പോലും ഇന്ന് അപൂർവമായി മാത്രമാണ്, ഒന്നോ രണ്ടോ പേരെ മാത്രമാണ് ഇതുവരെയും ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രത്തോളം ഒരു ആശങ്ക ജനങ്ങളിൽ അത് പടർത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് ഒരു 5 മണിയോടെ തന്നെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം വരുന്നതിന് ശേഷം 6 മണിക്ക് ശേഷമുള്ള സമയത്ത് ജനങ്ങൾ കൂടുതലായി തെരുവിലിറങ്ങിയിരുന്നു. അവരുടെ മുഖത്ത് സന്തോഷം കാണാൻ കഴിയുമായിരുന്നു. അവർ നമ്മളോട് പ്രതികരിച്ചത് തന്നെ ഏറെ ആശ്വാസകരമായി, നല്ല തീരുമാനം എന്ന തരത്തിലായിരുന്നു. തുടർന്ന് പ്രത്യേകിച്ചും ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ശ്രീനഗറിൽ ഇന്നലെ ഉണർന്നത് തന്നെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടാണ്. കൂടാതെ ഈ ദാൽ തടാകത്തിലും ഒരു ഷെല്ല് അല്ലെങ്കിൽ ഒരു മിസൈലിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആശങ്ക ജനങ്ങളിൽ ഉണർത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം ഈ വെടിനിർത്തൽ ഒരു ആശ്വാസമായി. അവർ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി 8:30-യോടെ ശ്രീനഗറിൻ്റെ ആകാശത്ത് തുടർച്ചയായി 100-ലേറെ തവണ ചെറുതും വലുതുമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്, വെളിച്ചങ്ങൾ കണ്ടത്. ഇത് ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി. സാധാരണ നിലയിൽ അതിനു മുൻപുള്ള 3 ദിവസമുണ്ടായതുപോലെ 7:30-ക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ 8:30-ക്ക് ഈ ശബ്ദങ്ങൾ കേട്ടതിന് ശേഷം പിന്നീടാണ് ബ്ലാക്ക് ഔട്ട് ഉണ്ടായതും തെരുവ് വളരെ പെട്ടെന്ന് തന്നെ വിജനമായി മാറുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ആളുകളെല്ലാം തന്നെ വീടുകളിലേക്ക് കയറുകയും ലൈറ്റ് അണയ്ക്കുകയും എല്ലാമാണ് ചെയ്തത്. പിന്നീട് ഒരു ശബ്ദം പോലും ശ്രീനഗറിൻ്റെ തെരുവുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസിന്റെ പട്രോളിംഗ് വാഹനത്തിനപ്പുറത്തേക്ക് മറ്റു വാഹനങ്ങൾ പോലും രാത്രി മുഴുവൻ ഉണ്ടായിരുന്നില്ല. ബ്ലാക്ക് ഔട്ട് രാത്രി സാധാരണഗതിയിൽ ഷിക്കാരകളുടെ ഉടമസ്ഥന്മാരും അല്ല അതിലെ ജോലിക്കാരൊക്കെ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ലെന്ന് തോന്നുന്നില്ലേ അവിടെ? അതെ ഹഷ്മി, നമുക്ക് ഇന്ന് അവരെ പോലും കാണാൻ കഴിയുന്നില്ല ഇവിടെ എന്നുള്ളതാണ്. 1-2 പേർ മാത്രമാണ് ഇവിടെയുള്ളത്. അതും ഈ ഷിക്കാരകളുമായി ബന്ധപ്പെട്ട ജോലിക്ക് എത്തിയവരൊന്നുമല്ല. ഇവിടെ ചൂണ്ടയിടാനും മറ്റും എത്തിയ കുറച്ച് പേരെ മാത്രമാണ്. അത് 4-5 പേരെ മാത്രമാണ് ഈ വലിയ മേഖലയിൽ മുഴുവനായി നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അത് ഈ ജനങ്ങളുടെ ആശങ്ക അകന്നിട്ടില്ല എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഹഷ്മി, പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലകളിൽ ആക്രമണം നേരിടുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് ഉറിയിലെയും കുപ്വാരയിലെയും അടക്കമുള്ള ബാരാമുള്ളയിലും അടക്കമുള്ള ജനങ്ങൾ അവരുടെ ബന്ധുവീടുകൾ ശ്രീനഗറിലും ബാരാമുള്ള നഗരമേഖലകളിലുമുള്ള അവരുടെ ബന്ധുവീടുകളിലേക്കാണ് വന്നത്. കൂടുതൽ പേരും ശ്രീനഗറിലേക്കാണ് വന്നത്. കാരണം ഇവിടെ ഒരിക്കലും ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. ഈ ഷെല്ലാക്രമണവും മറ്റും അതിർത്തി മേഖലകളിലാകുമെന്നും ഏതാണ്ട് 70 കിലോമീറ്ററിലധികം ദൂരമുണ്ട് അതിർത്തി മേഖലയിൽ നിന്നും ശ്രീനഗറിലേക്ക്. ഇവിടെ ഡ്രോണുകളോ മറ്റു മിസൈലുകളോ പതിക്കില്ല എന്നും അവർ കരുതിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശ്രീനഗറിന്റെ ആകാശത്ത് പോർവിമാനങ്ങളും ഒപ്പം തന്നെ മിസൈലും ഡ്രോണുകളും കണ്ട ഒരു ആശങ്ക അവർക്ക് ഉണ്ടായി ഇന്നലെ പകൽ. എന്നാൽ ഒരു പോറൽ പോലും ശ്രീനഗർ നഗരത്തിൽ എവിടെയും ഏറ്റിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ജനങ്ങൾ ആശങ്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും പിന്നീട് ഇത്തരത്തിൽ ഡ്രോണുകൾ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സാന്നിധ്യം, അത് ഡ്രോണുകൾ തന്നെയാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ അത് നിരീക്ഷണ ഡ്രോണുകളായിരുന്നു എന്നും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്റ്റീവായി കണ്ടതോടുകൂടി അത് മടങ്ങിപ്പോയി എന്നുമാണ് പിന്നീട് വന്ന വിശദീകരണം. ഇത് ജനങ്ങളിൽ എങ്കിൽ പോലും ആശങ്ക പൂർണ്ണമായും അകന്നിട്ടില്ല. അവർ വീടുകളിൽ തന്നെ കഴിയുകയാണ് ഭൂരിഭാഗം പേരും. തെരുവുകളിൽ കുറച്ചുപേരൊക്കെ ജോലി സംബന്ധമായ എത്തിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ശ്രീനഗർ ഇപ്പോഴും ശാന്തമാണ് എങ്കിൽ പോലും അവരുടെ ആശങ്കകൾ പൂർണ്ണമായും അകന്നിട്ടില്ല എന്ന് വേണം പറയാൻ ഹഷ്മി.
ബൽറാം എന്തായാലും ശ്രീനഗറിൽ നിന്ന് പെട്ടെന്ന് മടങ്ങാൻ കഴിയുമായിരിക്കുമല്ലോ. ഇപ്പോൾ എന്തായാലും സംഘർഷം ഒഴിഞ്ഞ് ബാക്ക് ടു നോർമലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മടങ്ങുന്നതിന് മുമ്പ് ആ ഹോട്ടൽ പ്രൈമിലെ ചേട്ടന്മാരോടും അതിനിപ്പുറത്തെ ചായക്കട നടന്ന ബിലാലിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞേക്കണേ എൻ്റെ ബൽറാം. നമ്മളവിടെ ഉണ്ടായിരുന്നു, ദീർഘനാൾ താമസിച്ച് നമ്മൾ താമസിച്ച ഹോട്ടലായിരുന്നു, നമ്മുടെ ഒരു ബേസ് ക്യാമ്പ് പോലുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ അവരുടെ തീർച്ചയായും ഹാഷ്മി, ഇന്ന് ബിലാലിന്റെ കട പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹാഷ്മി. ഓക്കെ, അപ്പൊ അവരുടെയൊക്കെ ഒരു ജീവിതോപാധിയാണ് ഈ കാര്യങ്ങളെല്ലാം. പെട്ടെന്ന് ബാക്ക് ടു നോർമലായിട്ട് വരട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. കാരണം നമ്മൾക്കറിയാമല്ലോ, ഇത്തരത്തിലെ ഷെല്ലാക്രമണം അല്ലെങ്കിൽ നമ്മുടെ ജനലഴികൾക്കപ്പുറം ഒരു ഷെല്ല് വന്ന് വീഴുന്നു എന്ന് പറയുമ്പോൾ നട്ടെല്ലിലൂടെ നമ്മൾക്കൊരു ഭയം പക്ഷെ നമുക്ക് നമ്മൾ അരിച്ചു കയറും. അപ്പൊ നമ്മളത് അനുഭവിച്ചിട്ടില്ല ഒരിക്കലും. നോക്കുമ്പോഴേ അവരുടെ ആ മേഖല കാണുമ്പോൾ നമ്മൾ എന്ത് ഭാഗ്യം ചെയ്താൽ നോക്കുമോ. എല്ലാ ദിവസവും ഒന്നോണം ഇത്തരത്തിൽ ആശങ്കപ്പുറത്ത് ജീവിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ലേ. അനിൽ വാസുദേവ് ആണ് ജയ്സാൽമീറിൽ ചേരുന്നത്. അനിൽ, ജയ്സാൽമീറിലേക്ക് അനിൽ കുറച്ച് കഷ്ടപ്പെട്ടാണ് എത്തിയത്. വലിയ സുരക്ഷ, വലിയ പരിശോധന ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അതിനൊരു ശമനമുണ്ടോ? ഒരു ബാക്ക് ടു നോർമൽ എന്നൊരു ഫീൽ അവിടെ ഉണ്ടോ അനിൽ? അങ്ങനെ ഇപ്പോൾ പുതിയ കാഴ്ചകൾ പ്രകാരം ഏതാണ്ട് അങ്ങനെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ആളുകളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു. കുട്ടികളൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങി ക്രിക്കറ്റ് കളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കളിച്ച് ചിരിച്ച് രസിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ രാത്രിയിലേക്ക് വരുമ്പോൾ വീണ്ടും കാര്യങ്ങൾ മാറി പറയുകയാണ്. അതായത് പോലീസ് ഓരോ വീടുകളിലും കയറി ലൈറ്റുകൾ ഓഫ് ചെയ്യാനും ബ്ലാക്ക് ഔട്ടിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോയി എന്ന തരത്തിലൊക്കെ തന്നെ പറഞ്ഞു. നമ്മളടക്കമുള്ള ആളുകൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് ലൈവ് കൊടുക്കാൻ നിന്നിരുന്നത്. പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് ഇറക്കി പിന്നീട് റൂമിനകത്തേക്ക് ആ കോറിഡോയിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇപ്പോൾ ചില ലോക്കൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രിയും ഈ ജയ്സാൽമീർ എയർ സ്റ്റേഷൻ്റെ എയർബേസിന് കുറച്ച് അപ്പുറത്തൊക്കെ തന്നെ ഒരു 6 എക്സ്പ്ലോഷൻ ഉണ്ടായി. ഒപ്പം തന്നെ ബാർമീർ പ്രദേശത്തും ഒരു എക്സ്പ്ലോഷൻ്റെ ശബ്ദം കേട്ടിരുന്നു എന്ന തരത്തിലുണ്ട്. ഇതൊക്കെ തന്നെ ലോക്കൽ മീഡിയാസ് നൽകുന്നതാണ്. അത് ഒന്നിലധികം മീഡിയാസും അവരൊക്കെ തന്നെ നൽകുന്ന വിവരങ്ങളാണ്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിവരം ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസനീയം അല്ലെങ്കിൽ നമ്മൾ ഇത്ര ദിവസം തന്നെ വാർത്തകളൊക്കെ കൊടുക്കാൻ ആശ്രയിച്ചിരുന്ന അത്തരം സാധനങ്ങളിലൊക്കെ തന്നെ അത്തരം ഔദ്യോഗിക മാധ്യമങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആളുകളൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചില വാഹനങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഒരു ബാക്ക് ടു നോർമൽ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഏറ്റവും മനോഹരമായ ഒരു പ്രദേശം ടൂറിസ്റ്റുകളാൽ ഏത് ഘട്ടത്തിലും, അത് സീസൺ ആവട്ടെ ഓഫ് സീസൺ ആവട്ടെ, ഏത് ഘട്ടത്തിലും തിങ്ങി നിറയാവുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. പക്ഷേ അവിടെ നിന്നും ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്ന പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ വരുന്നു, അവിടെയുള്ള പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വരുന്നു. അങ്ങനെ ചില ഒറ്റപ്പെട്ട ചില ആളുകളെ, ചില വാഹനങ്ങൾ മാത്രം അങ്ങ് ദൂരെ കാണാം. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ ജയ്സാൽമീറിലെ ഒട്ടുമിക്ക ആളുകളെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം ആളുകളെയും ഇവിടെ നിന്ന് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു. ഏതാനും ചില വീടുകളിൽ മാത്രമാണ് ആളുകൾ ഉണ്ടായിരുന്നത്. അതായത് ഇന്നലെ ലൈറ്റ്സ് തെളിഞ്ഞതുപോലും അത്തരം ചില വീടുകളിൽ മാത്രമാണ്. പക്ഷേ അതുപോലും പിന്നീട് ഓഫ് ആവുന്ന കാഴ്ച കണ്ടു. അതായത് ഒരു വലിയ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ആശങ്കയ്ക്ക് ഒഴിഞ്ഞ ആളുകളൊന്ന് നല്ല രീതിയിൽ ഉറങ്ങാൻ കാത്തിരിക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളൊക്കെ തന്നെ വന്നത്. അത് വീണ്ടും വലിയ സങ്കടത്തിലേക്ക് ആളുകൾ പോയി. എന്തായാലും ഇനി സാധാരണഗതിയിലേക്ക് പോകട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന ഈ എക്സ്പ്ലോഷൻ്റെ ശബ്ദമൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഉള്ള അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ളത് മാത്രമാവട്ടെ, അലാം സൗണ്ടുകൾ കേട്ടിരുന്നു 2 സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നു. പക്ഷേ അതും ഈ ഒരു പ്രിക്കോഷൻ്റെ ഭാഗം എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ജയ്സാൽമീർ അതിഗംഭീരമായ ഒരു സ്ഥലം, ഇന്ത്യയുടെ സുവർണ്ണ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടുത്തെ നിർമ്മിതികൾ, ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരു സ്വർണത്തിൻ്റെ നിറമുള്ള ഒരു അത്തരം നിർമ്മിതികൾ, അത്തരം രസകരമായ നിർമ്മിതികൾ, ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ അവിടെ ആളുകൾ കൂടി ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ തെരുവുകളൊക്കെ കൂടി നിറഞ്ഞതെങ്കിലാണ്, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകളൊക്കെ തന്നെ വന്ന് നിറഞ്ഞാലാണ് ഈ കാഴ്ച പൂർണ്ണമാവൂ. പക്ഷേ അതില്ല എന്നുള്ളത് സങ്കടകരമാണ്. എങ്ങും നിശബ്ദതയാണ്. ഒറ്റപ്പെട്ട ചില വാഹനങ്ങളുടെ ശബ്ദത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ അത്തരം ശബ്ദങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വലിയ സങ്കടപരം ഉണ്ടാക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ ബാക്ക് ടു നോർമൽ, ഹാഷ്മി തുടരെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു. ബാക്ക് ടു നോർമൽ ആവട്ടെ. അത് അനിവാര്യമാണ്, രാജ്യത്തിന് അനിവാര്യമാണ്, ജനങ്ങൾക്ക് അനിവാര്യമാണ്, അവരുടെ സ്വൈര്യ ജീവിതത്തിന് അനിവാര്യമാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട എന്നുള്ളത് തന്നെയാണ് CM-ൻ്റെ ഒക്കെ തന്നെ ബന്ധപ്പെട്ട അവരുടെ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന വിവരം. അതായത് എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ കാര്യമായ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഡ്രോൺ അറ്റാക്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും ആ മെഷർ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്
പ്രിക്കോഷൻസ് എടുത്തത് അതൊക്കെ തന്നെ തുടരാൻ വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 4 ജില്ലകളാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഏറ്റവും നേരിട്ട് ബാധിക്കുന്നത്. അവിടെയൊക്കെ തന്നെ എങ്ങനെയാണോ കഴിഞ്ഞ ദിവസങ്ങളുണ്ട് അതേ പ്രിക്കോഷൻസുമായി മുന്നോട്ട് പോകുമെന്നുള്ളത്. ബാർമീർ എന്ന പ്രദേശമാണ് ഏറ്റവും ഈ അതിർത്തിക്ക് എടുത്തുള്ളത്. അവിടെയൊക്കെ തന്നെ ഇന്നലെ എക്സ്പ്ലോഷൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നു. എന്തായാലും അവിടെയും ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ജയ്സാൽമീർ ഒക്കെ തന്നെ സാധാരണഗതിയിലേക്ക് വരട്ടെ, ജോധ്പൂർ സാധാരണഗതിയിലേക്ക് വരട്ടെ. ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സാധാരണഗതിയിലേക്ക് ഇപ്പോൾ ജയ്സാൽമീറും രാജസ്ഥാനിലെ മറ്റു പ്രദേശങ്ങളും മടങ്ങി വരാനും നമ്മളും ആഗ്രഹിക്കുകയാണ്. ശരി അനിൽ, എന്തായാലും ഈ പൊന്നിന്റെ നിറമുള്ള ജയ്സാൽമീറിൽ അത് ചോരയുടെ മണം കൊണ്ട് വികൃതമാകാതിരിക്കട്ടെ. സമാധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് അവർ വരട്ടെ.